ഹലോ ആൾ അമേസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് പുതുതായി ഇറക്കിയ നോട്ടിഫിക്കേഷനെ, അതിൻ്റെ സിലബസിനെ കുറിച്ചും പ്രീവിയസ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഇക്വാലൻസി ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് എങ്ങനെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാമെന്നും കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷനുകളാണ് PSC പുതുതായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ, ഓപ്പറേറ്റർ ഇൻ കേരള വാട്ടർ അതോറിറ്റി. ഇതിന്റെ ഏജ് ലിമിറ്റായി PSC പറയുന്നത് 19 മുതൽ 36 വരെയാണ്. OBC ആൻഡ് SC/ST വിഭാഗക്കാർക്ക് യൂഷ്വലായി അനുവദിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ അനുവദനീയമാണ്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക് മോട്ടോർ വെഹിക്കിളിലോ ഇലക്ട്രീഷ്യനിലോ ഉള്ള ITI ആണ്. അതായത് MMVയിലോ ഇലക്ട്രീഷ്യനിലോ ഉള്ള ITI ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. എന്നാൽ ഈ എക്സാമിന് ഹയർ ഓർ ഇക്വാലൻസി ചൂസ് ചെയ്തുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും ഡിപ്ലോമയും BTech MTech തുടങ്ങിയ അധിക യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അധിക യോഗ്യതയുള്ള മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ വിഭാഗക്കാർ NTC MMVയുടെ അധിക യോഗ്യതയാണ് ഇവ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഇലക്ട്രിക്കൽ ഡിപ്ലോമ BTech MTech തുടങ്ങിയ അധിക യോഗ്യതയുള്ളവർ NTC ഇലക്ട്രീഷ്യന് ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ഇവ ചൂസ് ചെയ്യേണ്ടത്. നിലവിൽ 88 വാക്കൻസിയുമായിട്ടാണ് PSC ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 20,100 മുതൽ 53,300 വരെയാണ്. നെക്സ്റ്റ് വൺ, ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കലാണ്. PWD ഓർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെക്കാനിക്കൽ ഓവർസിയർ നിയമനമാണിത്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ITI ഓർ ITC ഇൻ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ BTech തുടങ്ങിയ അധിക യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അധിക യോഗ്യത ഉള്ളവർ ITI ഓർ ITC ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിന്റെ ഹയർ ഓർ ഇക്വാലൻസി ചൂസ് ചെയ്തുകൊണ്ടാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. ആന്റിസിപ്പേറ്റഡ് വാക്കൻസിയുമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വരെയാണ്. അതുപോലെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 22,200 മുതൽ 48,000 വരെയാണ്. ഈ രണ്ട് എക്സാമിനും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23/12/2020 ആണ്. എല്ലാവരും വൈകിക്കാതെ ഇപ്പോൾ കഴിഞ്ഞ പമ്പ് ഓപ്പറേറ്റർ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2014 PSC നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത്. 272/2014 അന്നത്തെ കാറ്റഗറി നമ്പർ. 24/6/2015 എക്സാം നടക്കുകയും 2017 ജൂണിൽ ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. ലിസ്റ്റ് അതിന്റെ 3 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം 2020 ജൂണിൽ എക്സ്പയർ ആവുകയും ചെയ്തു. ഈ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് ആയിരുന്നത് അന്ന് 26.67 ആയിരുന്നു. അതുപോലെ തന്നെ മാക്സിമം മാർക്കായി ലഭിച്ചത് 65.33 ആയിരുന്നു. കഴിഞ്ഞ എക്സാമിൽ 40% ക്വസ്റ്റ്യൻസ് MMVയിൽ നിന്നും 40% ക്വസ്റ്റ്യൻസ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിന്നുമായിരുന്നു ചോദിച്ചത്. ബാക്കി 20% ക്വസ്റ്റ്യൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ജനറൽ ക്വസ്റ്റ്യൻസ് ടെക്നിക്കൽ എക്സാമുകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിൽ 50% ക്വസ്റ്റ്യൻസ് MMVയിൽ നിന്നും 50% ഇലക്ട്രീഷ്യൻ ബേസിലാവും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 1063 അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത്. ഇനി ഓപ്പറേറ്റർ എക്സാമിന്റെ സിലബസിൽ MMVയിൽ നിന്ന് ഏതൊക്കെ പോർഷൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഓട്ടോമൊബൈലിലെ ഒട്ടുമിക്ക പോർഷൻസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എങ്കിലും സിലബസിൽ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ IC എഞ്ചിൻ, അതിന്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, അതുപോലെ എഞ്ചിൻ പാർട്സിന്റെ മെറ്റീരിയൽസ്, ഫ്യൂവൽ ഫ്ലൂയിഡ് സിസ്റ്റം, അതുപോലെ വാൽവ് മെക്കാനിസം, അതിന്റെ പാർട്സുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഫ്യൂവൽ സിസ്റ്റം ആൻഡ് മാനിഫോൾഡ്സ്, ഇതിൽ ഫ്യൂവൽ പമ്പ്സ്, കാർബുറേറ്റർ, ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ്, ഫ്യൂവൽ ഫിൽറ്റേഴ്സ്, അതുപോലെ മിക്സിംഗ് റേഷ്യോ, ഗവേണേഴ്സ്
തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ചേസിസിലെ ടൈപ്സ് ഓഫ് ഫ്രെയിംസ്, ചേസിസിന്റെ മെറ്റീരിയൽസ്, അതുപോലെ ഡിഫറെന്റ് ആക്സിൽസ്, ഫ്രണ്ട് ആക്സിൽസ്, റിയർ ആക്സിൽസ് തുടങ്ങിയ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ സസ്പെൻഷൻ സിസ്റ്റത്തിൽ ടൈപ്സ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം, അതുപോലെ ഷോക്ക് അബ്സോർബർ, സ്പ്രിങ്സ്, അതുപോലെ ടോർഷൻ ബാർസ് തുടങ്ങിയ സസ്പെൻഷൻ സിസ്റ്റത്തിലുള്ള കോമ്പണൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പോർഷൻസിൽ നിന്നുണ്ടാവുക. പിന്നെ സ്റ്റിയറിംഗ് സിസ്റ്റം, ഇതിൽ ടൈപ്സ് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം, അത് 2-3 ടൈപ്പ് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ കോമ്പണൻസ്, അതിലുള്ള കോമ്പണൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷനിൽ ഇൻക്ലൂഡഡ് ആവും. പിന്നെ ബ്രേക്ക് സിസ്റ്റം, അതിൽ ടൈപ്സ് ഓഫ് ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. അതിൽ മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ, പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റം, അതിൽ ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിന്റ് തുടങ്ങി എഞ്ചിൻ പവർ ഡെവലപ്പ് ചെയ്ത് ടയറിലോട്ട് എത്തുന്നത് വരെയുള്ള എല്ലാ പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഡൈനാമോ, ഓൾട്ടർനേറ്റർ, സ്റ്റാർട്ടർ മോട്ടർ, ഇഗ്നിഷൻ സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം തുടങ്ങിയ പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഈ പോർഷൻസ് ഒക്കെ NTC MMBയുടെ സിലബസിലുള്ള പോർഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും റെഫർ ചെയ്യാൻ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ബുക്ക് തന്നെയാണ് ITI NTCയുടെ തിയറി ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർ ഈ ബുക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ഇലക്ട്രീഷ്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ബേസിക് ഇലക്ട്രിസിറ്റി, ഇതിൽ എന്താണ് കറണ്ട്, അതുപോലെ വോൾട്ടേജ്, അതുപോലെ ഇൻസുലേറ്റർ എന്താണ്, അതുപോലെ കണ്ടക്ടർ എന്താണ് തുടങ്ങിയ ബേസിക് ആയ കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. അടുത്തത് ഓംസ് ലോ, അതുപോലെ എന്താണ് ക്രിച്ച്ഹോഫ് കറണ്ട് ലോ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പോർഷൻസിൽ നിന്നുണ്ടാവുക. അടുത്തത് മാഗ്നറ്റിസം, എന്താണ് മാഗ്നറ്റിസം, അതുപോലെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ്. അടുത്തത് DC മെഷീനിൽ നമുക്കറിയാം DC മോട്ടർ എന്താണ്, DC ജനറേറ്റർ, അതുപോലെ അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ്, 3 point സ്റ്റാർട്ടർ, 4 point സ്റ്റാർട്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ EMF ഇക്വേഷൻ കാണാനുള്ള ഫോർമുല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതുപോലെ തന്നെ എർത്തിങ് എന്താണ്, അതുപോലെ റൈറ്റിംഗ് ഓഫ് കറണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് AC മോട്ടോഴ്സ് നമുക്കറിയാം സിംഗിൾ ഫേസും ഉണ്ട്, 3 ഫേസും ഉണ്ട്. ഈ മോട്ടോഴ്സിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന DOL സ്റ്റാർട്ടർ, അതുപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ തുടങ്ങിയ ടോപ്പിക്സ് ആയിരിക്കും ഈ പോർഷൻസിൽ നിന്നുണ്ടാവുക. നെക്സ്റ്റ് ട്രാൻസ്ഫോമർ, ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതുപോലെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതുപോലെ അതിന് കൂളിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന കൂളിംഗ് ഡിവൈസസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ തുടങ്ങിയ മെഷറിംഗ് ഡിവൈസുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ബേസിക് ഇലക്ട്രോണിക്സ്, എന്താണ് ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ്, ടൈപ്സ് ഓഫ് ലാംപ്സ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് അപ്ലയൻസസ്, എന്താണ് സെമി കണ്ടക്ടർ, അതുപോലെ തന്നെ ഡയോഡുകൾ, റെക്ടിഫയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് പവർ ജനറേഷന്, വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ എന്താണ്, അതുപോലെ അതിൻ്റെ സോഴ്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷൻസിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷന്, ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെയും DC കറണ്ടിൻ്റെയും പവർ ജനറേഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഈ പോർഷൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇത്രയാണ് ഇലക്ട്രീഷ്യൻ നിന്നും പ്രധാനമായി പഠിക്കേണ്ട ടോപ്പിക്സുകൾ. അടുത്തത് നമുക്ക് ഓവർസിയർ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ്റെ പ്രീവിയസ് എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 2015 നോട്ടിഫിക്കേഷൻ വന്നത്. 508/2015 ആയിരുന്നു അന്ന് കാറ്റഗറി നമ്പർ. എക്സാം നടന്നത് 12/8/2016 ആയിരുന്നു. അതുപോലെ അന്നത്തെ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്
55 മാർക്കായിരുന്നു. അന്ന് മാക്സിമം മാർക്കായി ലഭിച്ചത് 81.67 2017 ജൂണിൽ ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. സോ 3 വർഷത്തെ കാലാവധിക്ക് ശേഷം 2020 ജൂണിൽ ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുള്ളതാണ്. അന്നത്തെ എക്സാമിൽ ടോട്ടൽ 18 അഡ്വൈസുകളാണ് ഈ എക്സാമിന് നടന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ സിലബസിലുള്ള പോർഷൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ഓർ ITC ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്. അതിൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, MKS, CGS തുടങ്ങിയ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതുപോലെ തന്നെ മാസ്, ഡെൻസിറ്റി, ഗ്രാവിറ്റി, ഏരിയ, അതേമാതിരി വോളിയം ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പോർഷൻസിൽ നിന്നുണ്ടാവുക. നെക്സ്റ്റ് മെഷീൻ ടൂൾസ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ടൂൾസ് ലൈക്ക് ഷേപ്പർ, മില്ലിംഗ് മെഷീന്, സ്ലോട്ടിംഗ് മെഷീന്, ഡ്രില്ലിംഗ് മെഷീന് തുടങ്ങിയ മെഷീൻ ടൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പോർഷൻസിൽ നിന്നുണ്ടാവുക. നെക്സ്റ്റ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്. എന്തൊക്കെയാണ് എഞ്ചിൻ്റെ പാർട്സുകൾ, അതുപോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻ ആൻഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, അതുപോലെ തന്നെ കാർബുറേറ്റർ, ഇൻവെർട്ടർ തുടങ്ങി വാൽവ് മെക്കാനിക്സ് തുടങ്ങിയ എഞ്ചിൻ്റെ പാർട്ടുകൾ. നെക്സ്റ്റ് ബിയറിങ്സ്. എന്തൊക്കെയാണ് ബിയറിങ്ങിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിയറിങ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ബെൽറ്റ്, ഗിയർ ആൻഡ് ചെയിൻ ഡ്രൈവ്സ്. അതിൽ ബെൽറ്റ് മെറ്റീരിയൽസ് പറ്റി, അതുപോലെ എന്താണ് ക്രീപ്പ്, അതുപോലെ തന്നെ ഗിയർ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഗിയർ ഡ്രൈവ്സ്, അതുപോലെ എന്താണ് ചെയിൻ ഡ്രൈവ്സ്, അതുപോലെ തന്നെ ക്യാംസ് ആൻഡ് ഫോളോവേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പോർഷൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മെഷീൻ ഡ്രോയിങ്. മെഷീൻ ഡ്രോയിങ്ങിൽ സ്ക്രൂ ത്രെഡ്സ്, അതുപോലെ തന്നെ നെറ്റ്സ് ആൻഡ് ബോൾട്സ്, അതുപോലെ തന്നെ റിവറ്റഡ് ജോയിൻസ്, കപ്ലിങ്സ്, അതുപോലെ സർഫസ് ടെക്സ്ചർ, അതായത് ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് തുടങ്ങിയ കാര്യങ്ങൾ. നെക്സ്റ്റ് ജോമെട്രിക്കൽ ഡ്രോയിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഇതിൽ നമുക്ക് ലൈൻസ്, അതുപോലെ തന്നെ പ്രൊജക്ഷന്, അതുപോലെ തന്നെ കോണിക് സെക്ഷൻസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡയമെൻഷനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടുള്ള പോർഷൻസിൽ നിന്നുണ്ടാവുക. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ആൻഡ് ഓട്ടോകാഡ്. എന്താണ് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയ പാർട്സുകൾ, അതുപോലെ തന്നെ MS വേർഡ്, MS ഓഫീസ്, അതുപോലെ തന്നെ ഓട്ടോകാഡിൽ നിന്ന് 2D ആൻഡ് ഓട്ടോകാഡ് ഡ്രോയിങ്സ്, അതുപോലെ തന്നെ ഓട്ടോകാഡിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പോർഷൻസിൽ നിന്ന് ഉണ്ടാവുക. ഈ എക്സാമിന്റെ ബേസിക് ക്വാളിഫിക്കേഷന് ITI ഓർ ITC ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിന് പഠിക്കാൻ ഏറ്റവും ഉചിതമായത് ITIയുടെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഏറ്റവും ഉചിതമായത്. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ ബുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. KWയുടെ ഓവർസിയർ ഗ്രേഡ് 3 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മെക്കാനിക്കൽ സ്റ്റുഡൻസിന് ഏറെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണിത്. കാരണം KWയുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള അതേ മെക്കാനിക്കൽ പോർഷൻസ് തന്നെയാണ് PWD ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിനും പഠിക്കാനുള്ളത്. സോ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ഈ എക്സാം അതുപോലെ ഈ എക്സാമിന് ഹയർ ക്വാളിഫിക്കേഷൻ, ഞാൻ വീണ്ടും പറയുന്നു, ഈ എക്സാമിന് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഡിപ്ലോമ BTech തുടങ്ങിയ അധിക യോഗ്യത ഉള്ളവർ ITI ഓർ ITC ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിന്റെ ഹയർ ഓർ ഇക്വാലൻസി ചൂസ് ചെയ്തുകൊണ്ടാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ പമ്പ് ഓപ്പറേറ്റർ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഓട്ടോമൊബൈൽ അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അധിക യോഗ്യത ഉള്ളവർ NTC MMBയുടെ ഹയർ ക്വാളിഫിക്കേഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഇലക്ട്രിക്കൽ ഡിപ്ലോമ BTech തുടങ്ങിയുള്ളവർ NTC ഇലക്ട്രീഷ്യന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് അവ ചൂസ് ചെയ്യേണ്ടത്. സോ ഫ്രണ്ട്സ്, ഈ രണ്ട് എക്സാമിനും എങ്ങനെയാണ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഈ എക്സാമിന്റെ സിലബസിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിൽ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ പുതിയ അപ്ഡേഷനുകൾ വല്ലതും ഉണ്ടെങ്കിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.